ബിഗ് ബോസ് മലയാളം സീസൺ 7 56 ദിവസത്തെ പടയോട്ടത്തിനൊടുവിൽ അഭിലാഷും വീണിരിക്കുകയാണ്. വളരെ വൈകാരികമായി പോയി അദ്ദേഹത്തിന്റെ പുറത്താകൽ. ഒട്ടും തന്നെ താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവസാന നിമിഷത്തിൽ ആക്ടിവിറ്റി ഏരിയയിൽ സാബുമാനും അഭിലാഷും മാത്രം അവശേഷിക്കുമ്പോൾ അഭിലാഷിന്റെ മനസ്സിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം സാബുമാനാണ് തനിക്ക് എതിരാളിയായിട്ട് നിൽക്കുന്നത്. ഒരേ ഒരു ഇരിപ്പ് മാത്രം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അഭിപ്രായം പറയുന്നതിനപ്പുറത്ത് മറ്റൊരു ഗെയിമും ഇല്ലാതെ വെറുതെ കുത്തിയിരിക്കുന്ന ഒരാൾ. പലപ്പോഴും ബിഗ് ബോസും ലാലേട്ടനും കണക്കിന് പരിഹസിച്ചിട്ടുണ്ട് സാബുമാനെ, വെറുതെ അവിടെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നതിന്. എന്നിട്ടും കാര്യമായിട്ട് ഒരു മാറ്റവുമില്ല. കാര്യമായിട്ടെന്നല്ല, ഒരു മാറ്റവും ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ ചിരിയായിരിക്കാം ചില ആൾക്കാരെ ആകർഷിച്ചിട്ടുണ്ടാവുക. എന്ത് ചോദിച്ചാലും ചിരി മാത്രമേ ഉള്ളൂ. ആ ചിരിയെ ഒരു ഗെയിമായി കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് അയാൾ 100 ദിവസവും അവിടെ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ എന്ന് താല്പര്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സൂപ്പർ ഗെയിമർ എന്നൊന്നും പറയാൻ കഴിയില്ലായിരുന്നുവെങ്കിലും അത്യാവശ്യം കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു അഭിലാഷ്. അഭിലാഷിന്റെ സാന്നിധ്യം ആ ബിഗ് ബോസ് വീടിനകത്ത് ഇനിയില്ല എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ സങ്കടമാണ്. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് അയാൾ അയാളുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര അതിനകത്ത് പതിപ്പിച്ചിട്ടുണ്ട്. അയാൾ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടപെടേണ്ട എല്ലാ വിഷയങ്ങൾക്കകത്തും അയാൾ ഇടപെട്ടിട്ടുണ്ട്. അയാളുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അയാളെ നമ്മൾ അഗ്രസീവായിട്ടാണ് അവിടെ കണ്ടിട്ടുള്ളത്. എങ്കിൽ പോലും ഒരു വലിയ പ്രശ്നക്കാരനായി മാറാതിരിക്കേണ്ടതിന് താൻ തന്നെ നിയന്ത്രിച്ച് അവിടെ ഒതുക്കി നിർത്തുന്ന കാഴ്ചയും കാണാമായിരുന്നു. വന്നു കയറിയ ആഴ്ചകളിൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന അഭിലാഷിനെയാണ് നമ്മൾ കണ്ടത്. എല്ലാ പ്രശ്നങ്ങൾക്കകത്തും അഭിലാഷിന്റെ ശബ്ദം മാത്രമായിരുന്നു ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇത്രയും കോപത്തിന്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ലാലേട്ടൻ അഭിലാഷിനോട് 1-2 തവണ ചോദിച്ചതോടുകൂടി അഭിലാഷ് അല്പമൊന്ന് പതുങ്ങി. ആ പതുങ്ങിപ്പോക്കായിരുന്നു ഈ അവസ്ഥ വരെയോളം അയാളെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് തോന്നുന്നു. ഇന്നലെ കഴിഞ്ഞുപോയ എപ്പിസോഡിലും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ആര്യൻ ജിസൈൽ വിഷയം, ആ വിഷയവും അവിടെ കത്തിച്ചു നിലനിർത്തിയത് അഭിലാഷ് തന്നെയായിരുന്നു. ഒന്നിലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് പടിയിറങ്ങേണ്ടി വന്നു. അഭിലാഷ് പുറത്തേക്ക് പോകുമ്പോൾ അക്ബർ പറഞ്ഞത് ഒരു സ്ട്രോങ് ഗെയിമറാണ്, എങ്ങനെ അയാൾ പുറത്തേക്ക് പോയി? സാബുമാനും ലക്ഷ്മിയും ഇവിടെ തുടരുമ്പോൾ അഭിലാഷ് എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്? അതെ, ആ വീട്ടുകാർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഇവിടെയാണ് പുറത്തുപോയ അഭിലാഷ് പുനഃപരിശോധന നടത്തേണ്ടത്. അഭിലാഷിന്റെ ഗെയിമിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്കും ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് കണ്ടെത്തുവാൻ സാധിക്കും. അഭിലാഷിന്റെ പ്രത്യേകത അയാളുടേതായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി അവിടെ മെനഞ്ഞെടുത്തില്ല എന്നുള്ളതാണ്. അയാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ഗെയിം ഇല്ലായിരുന്നു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അയാൾ തലയിടും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്കകത്ത് അയാൾ അഭിപ്രായം പറയും. മറ്റുള്ളവരുണ്ടാക്കുന്ന കണ്ടന്റിന്റെ ഭാഗമായിട്ടായിരുന്നു അയാൾ സംസാരിക്കുകയും ബഹളമുണ്ടാക്കുകയും അയാൾ അഡ്രസ്സ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നത്. അല്ലാതെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് അയാളെ ഒരിക്കലും വിശേഷിപ്പിക്കുവാൻ കഴിയില്ല. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം അയാൾ പുറത്തേക്ക് പോകട്ടെ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുവാൻ കാരണം. എന്നിരുന്നാൽ തന്നെയും അത് അൺഫെയർ തന്നെയാണ്. കാരണം അഭിലാഷിനേക്കാൾ വളരെ പിറകിലാണ് ലക്ഷ്മിയും സാബുമാനും നിൽക്കുന്നത്. ഈ രണ്ടാൾക്കാരും അഭിലാഷിനെ പോലെ തന്നെ നോമിനേഷൻ ഫേസ് ചെയ്യുമ്പോൾ അവരെ രണ്ടുപേരെയും സേഫ് ആക്കി അവിടെ നിർത്തിയിട്ട് സാമാന്യം തരക്കേടില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അഭിലാഷിനെയും ജിഷിനെയും ഒരുമിച്ച് പുറത്തേക്ക് വിടുന്ന ആ പ്രേക്ഷക വിധി അത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.